അപ്പോൾ ഹായ് മച്ചപ്പനെ നമസ്കാരം. അപ്പോൾ അലിൻ ജോസാണ്. അപ്പോൾ 22-ാം ദിവസം കഴിഞ്ഞപ്പോഴാണ് മന്ദാകിനി എന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കുന്നത്. അപ്പോൾ വിനോദ് ലീല സംവിധാനം ചെയ്തിട്ടുള്ള മികച്ചൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു കോമഡി ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ്. ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. അനാർക്കിനി മലക്കാരും നമ്മുടെ അൽത്താഫ് മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗണപതി ചേട്ടൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗണപതി ചേട്ടൻ നമ്മുടെ ഗണപതി ചേട്ടൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം മികച്ചതായിട്ട് അഭിനയിച്ച സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. റൊമാൻറ്റിക് ഫാമിലി കോമഡി ഡ്രാമയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കാണുക. കാരണം 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു മലയാള ചിത്രം തിയേറ്ററിൽ കോമഡി ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു പുതുമയാണ്. കാരണം ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു കോമഡി മൂവി 20 ദിവസം തിയേറ്ററിൽ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് ദിലീപേട്ടൻ്റെ പാണ്ടിപ്പട പഞ്ചാബി ബസ്സൊക്കെ ആയിരുന്നു കുറേ ദിവസം കളിക്കുന്ന പടം. അതുപോലെ ഇപ്പോൾ നമ്മുടെ അനാർക്കിനി മലക്കാരുടെ പടം. കാരണം സുലേഖ മനസ്സിലൊക്കെ 2 ആഴ്ച കളിച്ചോളൂ. ഇതിപ്പോൾ 3-ാമത്തെ ആഴ്ചയിലേക്കാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പടത്തിൻ്റെ മൈലേജ് അനാർക്കിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം സുലേഖ മനസ്സിലിന് ശേഷം മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. ഫാമിലി ഡ്രാമയാണ്. അനാർക്കിലി മലക്കാർ ആറാടുകയാണ്. പിന്നെ അൽത്താഫ് ആറാടുകയാണ്. പിന്നെ നമ്മുടെ അമ്പിളി അഭിനയിച്ചിട്ടുണ്ടല്ലേ. അമ്പിളി നല്ല പെർഫോമൻസ് ആണ്. നമ്മുടെ ശിവാനി മൂവാറ്റുകാരിയാണ്. ശിവാനി സായ ആണല്ലേ, നല്ല വേഷം ചെയ്തു. നമ്മുടെ മൂവാറ്റുകാരിയാണ് ശിവാനി സായ. നല്ല വേഷം ചെയ്തു. അമ്പിളി നല്ലൊരു ക്യാരക്ടർ ചെയ്തു. അമ്പിളിക്ക് ഒരുപാട് പുതുമുഖ നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു കല്യാണത്തിലെ ബേസ് ചെയ്തുള്ള ഒരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കാരണം അനാർക്കിലി മലക്കാരുടെ ഒരു ഫാമിലി പടം ഇത്രയ്ക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. മന്ദാകിനി നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ കോമഡി സിനിമയാണ്. അപ്പോൾ ശരിക്കും അറിയാം. ഇപ്പം മയിലും പേമാരിയിലും സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ദാകിനി സിനിമയ്ക്ക് വിജയാശംസകൾ നേർന്നു. നമ്മൾ കണ്ടു പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അലിൻ ജോസിനെയും അഭിലാഷിനും ഇഷ്ടപ്പെടുന്നവർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അനാർക്കിലി മലക്കാരുടെ മികച്ചൊരു ഫാമിലി ഡ്രാമയാണ്. മികച്ചൊരു അഭിനേത്രി തന്നെയാണ് അനാർക്കിലി മലക്കാർ. അപ്പോൾ സന്തോഷമുണ്ട്. അനാർക്കിലി പറഞ്ഞിരുന്നു കാണാനായിട്ട്. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഓക്കെ. ഈ കോരിച്ചെരുന്ന മഴയത്ത് ഒരു സിനിമ ഹിറ്റായിരിക്കണം മന്ദാകിനി. പൊട്ടിശ്ശേരിയുടെ പേമാരിയുമായി 22-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് താരങ്ങളുണ്ട്. നമ്മുടെ ജൂണി ആൻ്റണി ഉണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അമ്പിളി ഈ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവി മന്ദാകിനി. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണേണ്ട ഒരു സിനിമയാണ്. എങ്ങനെയുണ്ട് അതിനെ ഇതിനെക്കുറിച്ച് പറയാൻ? അപ്പോൾ പൊട്ടിച്ചിരിയുടെ ഒരു പേമാരി കാലത്ത് തിയേറ്ററിൽ വസന്തം തീർത്തിരിക്കുകയാണ്. പൊട്ടിച്ചിരിയുടെ ഉത്സവം തന്നെയാണ്. അനാർക്കിലി മലക്കാരാണെങ്കിലും അൽത്താഫ് ആണെങ്കിലും മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു താരജോടിയാണ് അൽത്താഫും അനാർക്കിലിയും. ഇനിയും ജോഡി വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇതിൽ അജയ് വാസുദേവ് സാറുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിയേക്കൽ സാറുണ്ട്. ഗണപതി സാറുണ്ട്. അപ്പോൾ ഒരു കോമഡിയുടെ ഒരു പെരുന്നാൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. മന്ദാകിനി വിജയാശംസകൾ നേരുകയാണ്.